1. നഗരത്തിൻ്റെ നിരന്തരമായ ഗരഗരാരവം. ഈ പ്രയോഗത്തിൽ തെളിയുന്ന നഗരത്തിൻ്റെ സവിശേഷത എന്ത്? ഉത്തരം: എപ്പോഴും ശബ്ദകോലാഹലം നിറഞ്ഞത്. 2. ആഗോള ഭക്ഷ്യവ്യവസ്ഥയ്ക്ക് ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ഇവിടെ ലേഖകൻ ലക്ഷ്യമായി കാണുന്നതെന്ത്? ഉത്തരം: ചികിത്സാ വ്യവസായികൾക്ക് കൂടുതൽ രോഗികളെ നൽകുക. 3. ഉള്ളത് കൊടുത്താൽ അത് കഴിച്ചിട്ട് ശകലം കൂടി എന്ന് പറഞ്ഞിരിക്കും, പിന്നെയും ഇരിക്കും. ഏത് കഥാപാത്രത്തെക്കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നത്? ഉത്തരം: കിട്ടുമാവൻ. 4. ദാരുവിൽ നിന്നെ പകർത്തണമെന്നെ വേരുദാഹിച്ചിതാ നോക്കി നിൽപ്പൂ. അടിവരയിട്ട പദത്തിൻ്റെ സാന്ദർഭികാർത്ഥമേത്? ഉത്തരം: മരം. 5. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ വിഗ്രഹരൂപമേത്? ഉത്തരം: കൃഷി ഉൽപ്പന്നങ്ങൾ, കൃഷിയിൽ നിന്ന് ലഭിക്കുന്ന ഉൽപ്പന്നങ്ങൾ. 6. അന്നേരം മുതൽ എന്തെന്നറിയാത്ത ഭീതി ഒരു മണിയനീച്ചയെപ്പോലെ എൻ്റെ മനസ്സിനെ വലം വെച്ചു തുടങ്ങി, മണൽ കൂനകൾക്കിടയിലൂടെ. ഈ വാക്യത്തിൽ തെളിയുന്ന നജീബിൻ്റെ മാനസികാവസ്ഥ കണ്ടെത്തി എഴുതുക. ഉത്തരം: കഥാസന്ദർഭം തിരിച്ചറിഞ്ഞ് നജീബിൻ്റെ മാനസികാവസ്ഥ എന്തോ ഒരു അശുഭ സൂചന വരാൻ പോകുന്നുവെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. 7. ചുവടെ നൽകിയ വാക്യം ഉചിതമായ ചിഹ്നം ചേർത്തെഴുതുക. അമ്മ എന്താ ആലോചിക്കുന്നത്? ഉത്തരം: 8. വിളകളുടെ പോഷകമൂല്യമല്ല, ദൃശ്യചാരുതയാണ് ഏറെ പ്രധാനം. ഭക്ഷണവും ആരോഗ്യവും. ലേഖകൻ ഈ വരികളിലൂടെ നമുക്ക് നൽകുന്ന തിരിച്ചറിവുകൾ എന്തെല്ലാം? ഉത്തരം: വിളകളുടെ ഭംഗിക്കായി പ്രയോഗിക്കുന്ന രാസവസ്തുക്കൾ അത് പോഷകമൂല്യങ്ങൾ തരുന്നില്ല എന്ന തിരിച്ചറിവുകൾ കണ്ടെത്തി എഴുതിയിട്ടുണ്ട്. ആകർഷണം മാത്രം, അത് ഗുണമല്ല. 9. ബംഗാളിലെ ഗ്രാമങ്ങളിൽ കേരളത്തിൻ്റെ പ്രകൃതി ഭംഗി പ്രതിഫലിച്ച് കാണുന്നു. ശാന്തിനികേതനം. എസ്.കെ. പൊറ്റേക്കാട് ബംഗാളിലെ ഗ്രാമങ്ങളിൽ കേരളത്തെ ദർശിക്കുന്നതെങ്ങനെ? വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ഉത്തരം: ബംഗാളിലെ ഗ്രാമങ്ങളിൽ കേരളത്തിൻ്റെ പ്രകൃതി ഭംഗി പ്രതിഫലിച്ച് കാണുന്നു. കേരളത്തിലെ ഉൾനാടുകളോട് അത്ഭുതകരമായ സാമ്യം വഹിക്കുന്നുണ്ട്. അങ്ങിങ്ങായി തെങ്ങുകളും താലവൃക്ഷങ്ങളും തലയുയർത്തി നിൽക്കുന്ന പറമ്പുകൾ, മുളക്കൂട്ടം തെറിച്ചു നിൽക്കുന്ന മതിലുകൾ, വാഴത്തോട്ടങ്ങൾ, പച്ചക്കറി വളപ്പുകൾ, ആൽത്തറകൾ, ആമ്പൽക്കുളങ്ങൾ, ഇവയൊക്കെ ഭംഗിയിൽ നിരത്തിവെച്ച അനുഭവം. പരന്ന നെൽപ്പാടങ്ങളുടെ കരയിൽ കാണുന്ന ആ പുല്ലുമേഞ്ഞ കർഷക കുടിലുകൾ മലയാളക്കരയിൽ നിന്ന് ഇറക്കുമതി ചെയ്തതാണോ എന്ന് തോന്നും. പാതയുടെ ഇരുപാടും കണ്ണെത്താത്ത ദൂരത്തോളം വ്യാപിച്ചു കിടക്കുന്ന നെൽപ്പാടങ്ങളിൽ കറുത്ത പുള്ളികൾ പോലെ തോന്നുന്ന പുല്ലുമാടങ്ങളിൽ നിന്ന് അത്താഴമൊരുക്കുന്നതിൻ്റെ പുക നേരിയ ചുരുളുകളായി മേഘബാധയില്ലാത്ത മാനത്തിലേക്കുയർന്നുകൊണ്ടിരിക്കുന്നു. 10. ഈ വരികളിലെ കാവ്യഭംഗി വ്യക്തമാക്കുക. ഉത്തരം: കവിതയിലെ ആദ്യത്തെയും രണ്ടാമത്തെയും വരികളിൽ ആദ്യ അക്ഷരം ഒരുപോലെ ആവർത്തിക്കുന്നു. ആദ്യാക്ഷരപ്രാസം. 11. ദയ എന്ന കഥാപാത്രത്തിൻ്റെ എന്തെല്ലാം സവിശേഷതകളാണ് ഇവിടെ തെളിയുന്നത്? തിരക്കഥയിലെ മറ്റ് സന്ദർഭങ്ങൾ കൂടി പരിഗണിച്ച് കുറിപ്പ് തയ്യാറാക്കുക. ഉത്തരം: അങ്ങേയറ്റം ബുദ്ധിയും ലക്ഷ്യത്തെക്കുറിച്ചുള്ള ധാരണയുമുള്ള പെൺകുട്ടിയാണ് ദയ എന്നീ സന്ദർഭത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. താൻ മത്സരിക്കുന്നത് ആരോടാണ് എന്നും എന്തിനു വേണ്ടിയാണെന്നും ദയയ്ക്ക് വളരെ കൃത്യമായി അറിയാം. ആരോട് ഏതു തരത്തിൽ പെരുമാറണമെന്നും ദയയ്ക്ക് നന്നായി അറിയാം. ഒരു യുദ്ധത്തിൽ തോൽക്കുന്നത് രാജാവിൻ്റെ മനസ്സിനെ സാരമായി ബാധിക്കണമെന്നില്ല. എന്നാൽ കളിയിൽ തോൽക്കുക, അതും ബുദ്ധി കൊണ്ടുള്ള കളിയിൽ അടിയറവ് പറയുക എന്നത് രാജാവിൻ്റെ ഹൃദയത്തിൽ ഒരു കൈപ്പേറിയ ഓർമ്മയാണ് ജനിപ്പിക്കുക. ആ കൈപ്പേറിയ ഓർമ്മയിൽ രാജാവിനോടൊപ്പം കളിക്കുന്ന തന്നോട് കൂടി ദേഷ്യമാകും. അതുകൊണ്ടാണ് രാജാവിനെ തോൽക്കാൻ അനുവദിക്കാതെയും സ്വയം തോൽക്കാതെയും ദയ സമാസമം എന്ന നിലയിൽ കരുക്കൾ നീക്കിയത്. ദയയുടെ ബുദ്ധി സാമർഥ്യമാണ് ഈ കഥയിലുടനീളം കാണാനാവുക. ഒരാളെ മനസ്സുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ബുദ്ധി കൊണ്ടും കീഴ്പ്പെടുത്താനുള്ള കലാവൈഭവം ദയയ്ക്കുണ്ട്. 12. അല്പമല്ല ഭുജിക്കുന്നു എന്ന പാഠഭാഗത്തെ ആശയവും മുകളിൽ നൽകിയ വരികളിൽ വിശകലനം ചെയ്ത് കുഞ്ചൻ നമ്പ്യാരുടെ സാമൂഹ്യ വിമർശനത്തെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. ഉത്തരം: 13. ഇത്തരത്തിൽ എല്ലാ വിറ്റു തുലയ്ക്കാനുള്ള നിലയിലേക്ക് കിട്ടുമാവൻ എത്തിച്ചേർന്നതെങ്ങനെ? നിങ്ങളുടെ നിരീക്ഷണങ്ങൾ കുറിക്കുക. ഉത്തരം: 14. ലേഖകൻ്റെ ഈ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? വിമർശനാത്മകമായി വിലയിരുത്തി കുറിപ്പ് തയ്യാറാക്കുക. ലേഖനം വിലയിരുത്തി നിങ്ങളുടെ കുറിപ്പ് തയ്യാറാക്കുക. സ്വാഭിപ്രായം കണ്ടെത്തി നിരീക്ഷണ കുറിപ്പ് തയ്യാറാക്കുക. 15. വരികളും പ്രസ്താവനയും അല്പമല്ല ഭുജിക്കുന്നു എന്ന തുള്ളൽ ഭാഗവും വിശകലനം ചെയ്ത് ഭക്ഷണ സംസ്കാരവും സമകാലിക സമൂഹവും എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കുക. ഉത്തരം: 16. തന്നിരിക്കുന്ന സന്ദർഭവും കിട്ടുമാവൻ എന്ന കഥയിലെ ആശയവും പരിഗണിച്ച് കഥയ്ക്ക് ആസ്വാദനം തയ്യാറാക്കുക. ഉത്തരം:
17. സൂചനകളും പാഠഭാഗവും വിശകലനം ചെയ്ത് ആരോഗ്യകരമായ കൃഷിരീതി, ആരോഗ്യമുള്ള സമൂഹം എന്ന വിഷയത്തിൽ എഡിറ്റോറിയൽ തയ്യാറാക്കുക. ഉത്തരം: